എന്തൊരു ഗുണമുള്ള സാധനമല്ലേ നാത്തൂനെ മുരിങ്ങയില. കണ്ണിനൊക്കെ നല്ലതാ. പക്ഷെ ഇത് നന്നാക്കി എടുക്കണ ആരോർക്കും എനിക്ക് എന്തൊരു മടിയാന്നറിയോ. അതിങ്ങനെ ഓരോന്നും നുള്ളി പറിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരാഴ്ച കഴിഞ്ഞാലും തീരില്ലല്ലോ. എന്താന്നറിയോ അങ്ങനെ വൃത്തിയാക്കണത്? ഇതിന്റെ പുറകിലൊക്കെ മറ്റേ ഈ ചെലന്തി വലയൊക്കെ കാണും. ഇങ്ങനെയല്ലേ ഇത് ചെയ്യണമെങ്കിൽ കൊണ്ടുവന്നേ. ഇത് ഇന്ന് വെക്കാൻ തന്നെ അല്ലേ. ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇത്ര അത്യാവശ്യപ്പെട്ട് ചെയ്യണത്? അവനല്ലേ ഇഷ്ടം? അവനില്ലല്ലോ ഇവിടെ. കൊച്ചിന് ഭയങ്കര ഇഷ്ടം. പിള്ളേർക്ക് നല്ലതാ. അവൻ എന്ന് വരും? നാളെ മറ്റന്നാളെല്ലാം വരുമായിരിക്കും. എന്തായാലും വന്നാ മതിയായിരുന്നു. എന്തൊരു ബോറടിയാ. അയ്യോ, അവനൊരു ജോലിക്കാര്യത്തിന് വേണ്ടി പോയേക്കണതല്ലേ? എന്തോ അവിടെ മീറ്റിങ്ങോ? ഇടുക്കിയിലല്ലേ? ട്രെയിനിങ്ങിന്. പാവം ഭയങ്കര തണുപ്പായിരിക്കും അവിടെ. എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഒന്നും കൊടുത്തു വിടരുത്. എനിക്കറിയാം അവിടെ തണുപ്പാന്ന്. ഇല്ല, ഇടുക്കിയിൽ പിന്നെ ഭയങ്കര ചൂടല്ലേ. നീയൊക്കെ എന്തിനാടി പഠിച്ചത്? ഇത് പഠിക്കലും തണുപ്പായിട്ട് എന്ത് ബന്ധം? നാട്ടില് പിന്നെ ആ ടെൻഷനൊന്നും ഇല്ലല്ലോ. എന്ത് ടെൻഷൻ? ക്ലീറ്റോ ചേട്ടൻ എന്നും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട്. അതാ എന്റെ ടെൻഷൻ. അതെങ്ങോട്ടെങ്കിലും പോയായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടന്നെ. ഏതാ ഇത് പെണ്ണ് വന്നത്? അയ്യോ, ഇത് സ്മിത ചേച്ചിയാ നാത്തൂനെ. എന്റെ ബന്ധുവാ. അയ്യോ, അതിശയായി പോയല്ല. ഇത് എവിടെ പോയ വഴിയാ? ഞാൻ ഇവിടേക്ക് വന്നതാ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ? ഇല്ല, ഞാൻ അവിടെ കടയിൽ ചോദിച്ചു. എവിടെയാ സ്ഥലം? എവിടെയാ? വട്ടപ്പാറ. ശരിക്കും നമ്മുടെ വീടിന്റെ അവിടെയാണ് കല്യാണം കഴിച്ചേക്കണത് അവിടെ. ഇത് നാത്തു നമ്മുടെ സ്വന്തം നാത്തൂനെ. എന്നെ എന്തോരം എടുത്തോണ്ട് നടന്നിട്ടുള്ളതെന്നറിയോ? ശരി. ഇതാ ബസ് റീഡ് ഒരുപാട് നടന്നു അങ്ങോട്ട്. ഇല്ല, എന്നാ വെള്ളം എന്തെങ്കിലും എടുത്തു കൊടുത്ത്. വീടൊക്കെ വന്നല്ലേ. ഞാൻ പോട്ടെ, ഞങ്ങൾ അപ്പുറത്താ. ചൂടെന്ന് പറഞ്ഞ എന്തൊരു ചൂട്. ട്യൂഷൻ ഇല്ലേടി? ട്യൂഷൻ ഇല്ലേന്ന്? ഇല്ല. നീ എന്താന്ന് എലിയുടെ കുട്ടിയാ? ഞാൻ ആക്കാണ് വാതറന്ന് പറയാൻ അറിയൂലേ ട്യൂഷൻ ഉണ്ടാന്ന് ചോദിച്ചാ ഇല്ലാന്ന്? വെറുതെ ബുക്ക് കുത്തി വെച്ച് കാണിച്ചേക്കണോക്കെ. ഇവിടെ ട്യൂഷൻ സെന്ററിന്റെ നടയിൽ കൂടെ പോയാണ്ടല്ലോ സെക്രട്ടറിയിൽ സമരം നടക്കും പോലെ. പൈസ നോക്കാൻ നിന്ന് പൈസ നോട്ട്. ഇത് നോക്കാനൊന്നുമില്ല. ഇത് വേറെ പൈസ. കൊറേ പൈസ ഉണ്ട്. നോക്കട്ടെ. എടി, ഇത് പാർട്ടിയുടെ പൈസ. പാർട്ടിയുടെ പൈസ എന്റെ കൈ പിടിച്ച് ഉരുക്കി പോകും. ഉരുക്കി പോകും. നീ ഇത്തിരി പൈസ പാർട്ടിയുടെ പൈസ, ക്ലീറ്റോന്റെ പൈസ, എന്റെ പൈസ, ഇതൊന്നും എന്റെ പൈസ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണക്കൊന്നും ഇല്ലല്ലോ. അതെ, എന്റേതായ പൈസ എന്റെ വരുമ്പോഴേക്കും അത് എന്റേതാവും. ഇത് വേറെ പൈസ. അതായത് 2000 എനിക്ക് എടി, ഇലക്ഷൻ വരാൻ പോണ ഇത് പാർട്ടി ഫണ്ടിന്റെ ആവശ്യത്തിനുള്ള പൈസ. പാർട്ടി ഫണ്ടിന്റെ ആവശ്യത്തിന്? അതായത് പണ്ട് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കളക്ട് ചെയ്ത പൈസയൊക്കെ എടുത്താണ് ഞാൻ കുടുംബത്തിലെ പല ആവശ്യങ്ങൾക്കും ചെലവാക്കിയത്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് അന്ത്യശാസനം തന്നൊക്കെയാണ്. മനസ്സിലായില്ല. പറഞ്ഞു മനസ്സിലായില്ല. കുടുംബത്തിൽ എന്ത് കാര്യം ഉണ്ടാക്കി നിങ്ങള്? ഓരോ പ്രാവശ്യം ചെലവാക്കുമ്പോഴും നിനക്കും ഞാൻ എഴുതി വെക്കാം. അതിന് ചെലവാക്കി, ഇതിന് ചെലവാക്കി എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ അരിക്കലത്തിന് നിങ്ങളുടെ പാർട്ടിയിലോട്ട് എത്ര എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്? അപ്പൊ അതിനൊന്നും കണക്കില്ലേ? അയ്യോ അയ്യോ, എന്താ അയ്യോ? അരിക്കലത്തിന് പ്രസിഡന്റ് സെക്രട്ടറി ഒന്നുമില്ല, ഇത് പാർട്ടിയാണ്. എന്നാ എന്റെ അന്ത്യശാസനം 2000 എന്തിനാണ്? നീ ചുമ്മാ ഇനി ഒന്നാമത് പ്രസിഡന്റ് അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിന് എത്രയും പെട്ടെന്ന് ആ കണക്കെല്ലാം ഒപ്പിച്ച് റെഡിയാക്കി പൈസ വെച്ചോളാം. എവിടെയും കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. ഞാനെടുത്ത് സൂക്ഷിച്ചോട്ടെ. വേണ്ട, സത്യം എനിക്ക് ഒറ്റ പൈസ വേണ്ട. ഇത് ഞാൻ വെച്ചോളാം. എന്ത് സാധനം നോക്കി നിന്റെ ഡാഡി. നിങ്ങള് കാണാൻ ചെലവാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ലാട്ടെ കുടുംബത്തിന് വേണ്ടിട്ട്. എന്തോ ഇനി ചെലവാക്കുമ്പോഴേ ഞാൻ എഴുതി നിന്നെ കൊണ്ട് ഒപ്പൂടെ ഇടിച്ചു വെക്കാം കേട്ടോ. പൈസ എല്ലാത്തിനും. അയ്യോ, പൈസ എനിക്ക് അങ്ങ് തന്നങ്ങോട്ട് മതി, മറന്നിരിക്കല്ലേ ഞാൻ. നീ തട്ടിയിടുവോ? രമന്തിയേ, മാമി, എന്തിന് ഇത്ര ഒച്ചത്തി വിളിക്കണം? അവിടെ അവിടെ ഉണ്ടല്ലോ. എന്തെവിടെ? എന്നാ വിളിക്ക്. മാമി, എന്താ കിടക്കാൻ കൂട്ട് വേണോ? വേണ്ട, ഇവിടെ സ്മിത ചേച്ചി ഉണ്ടല്ലോ. ഉറങ്ങിയവര്? ഞാൻ വരാം. ഞാൻ നല്ലോണ്ട് കിടക്കാം. അതിന് വേണ്ടിട്ടായിരുന്നു അല്ലേ? നല്ല ഉറങ്ങിയ വീടല്ലേ? എന്താ ഈ ഭക്ഷണം കഴിച്ചാ? നാത്തൂന് ഒരു പ്രശ്നമുണ്ട് നാത്തൂനെ. എന്താ? സ്മിത ചേച്ചി വന്നതേ പൈസക്കാ. സ്മിത ചേച്ചിയുടെ ഭർത്താവ് ആശുപത്രിയിലാണ്. അയ്യോ, എന്തോ പ്രഷർ അടിച്ചിട്ട് ഒരു വശം തളർന്നു പോയിന്ന്.
പണിക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാ പെട്ടെന്ന് വീണുപോയി. ഭയങ്കര കരച്ചിലാണ് ഓരെന്നെ പറഞ്ഞോണ്ട്. ആശുപത്രിയിലാണോ? ആശുപത്രിയിൽ നിന്നാണ് വന്നത്. ചേട്ടൻ അഡ്മിറ്റ് ആണ്. അവിടെ നിന്നാണ് ചേച്ചി വന്നത്. അയ്യോ കഷ്ടമായി പോയല്ലോടി. ഭയങ്കര കരച്ചിലായിരുന്നു. ഇവർക്ക് വീട്ടിൽ കഴിവൊന്നും ഇല്ലാത്തവരാണോ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ കുറെ പൈസ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ പൈസ നമ്മൾ ഒരു കാര്യം ചെയ്യും, അച്ഛനോട് ചോദിക്കാൻ പറയായിരുന്നില്ല? അച്ഛൻ അവിടെ ഉണ്ടല്ലോ. അച്ഛൻ്റെ അടുത്ത് പോയി ചേച്ചി. അപ്പൊ അച്ഛൻ അവിടെ ഇല്ലാന്ന്. പിന്നെ അച്ഛനോട് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഞ്ഞുനാള് തൊട്ട് വരുന്നൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. രാവിലെ പോകുമ്പോ വേണം. രാവിലെ പോകുമ്പോഴല്ലേ? ഞാൻ പറഞ്ഞു ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന്. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ചോദിക്കണല്ലേ. എത്ര വേണം? 10,000 രൂപ. 10,000 രൂപയോ? ഹോസ്പിറ്റലിൽ അടയ്ക്കാനാ. ഞാനോടത്തൊരു 10,000-3000 രൂപ മതിയായിരിക്കുന്നു. ഞാൻ കുടുംബശ്രീന്ന് വല്ലയിടത്തുനിന്ന് മേടിച്ചു തരാന്ന് വിചാരിച്ചായിരുന്നു. 10,000 രൂപ ആയതുകൊണ്ട് ഞാൻ എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? ഇപ്പൊ എന്താ ചെയ്യണേ? ഡാഡിയുടെ പൈസ ഇരിപ്പില്ലേടി? ക്ലീറ്റോന്റെ പൈസ ഉണ്ട്. ഉണ്ടോ? അതൊന്ന് ചോദിച്ചു നോക്കുന്ന. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. എനിക്ക് 2,000 രൂപ തരാൻ പറഞ്ഞിട്ട് തന്നില്ല. അല്ല, ഇത് നമുക്ക് ഏട്ടൻ വന്നാൽ ഉടനെ തിരിച്ചു കൊടുക്കാം. ഏട്ടൻ വരേണ്ട താമസമല്ലേ ഉള്ളു. അതെന്തോ പാർട്ടിയിൽ എന്താ പിരിവുന്ന എന്തൊക്കെയോ നാത്തൂനെ പാർട്ടിയാണ്. ഇതൊരു ആശുപത്രി കേസല്ലേ, അതല്ലേ വലുത്. അല്ല, എനിക്ക് കുഴപ്പമുണ്ടായിട്ടാണ് തന്നാ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ക്ലീറ്റോ ചേട്ടനെ ഏട്ടൻ എന്തോരം സഹായിക്കണതാ. ഒന്ന് പറഞ്ഞു നോക്ക് നാത്തൂനെ. ഞാൻ ചോദിച്ചു നോക്കാം. നീ ഉറപ്പൊന്നും പറയണ്ട, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ പറയണൊന്നുമില്ല. ഇനിയിപ്പോ ക്ലീറ്റോ ചേട്ടൻ കാലും അറിയാലോ. ഇന്ന് സമ്മതിപ്പിക്കണേ. ഇപ്പൊ രാത്രി ഒന്ന് ചോദിച്ചു നോക്ക്. ഇങ്ങനെ 2 ദിവസത്തേക്ക് മതി എന്ന് പറ. എന്തായാലും സമ്മതിക്കുമായിരിക്കും. ചേട്ടൻ വന്ന അന്ന് തന്നെ കൊടുക്കാം. ഞാൻ നോക്കട്ടെ. നീ സമാധാനം പോയിക്കോട്ടെ, ചോദിക്കണേ. അവളെ നല്ലുവിന്റെ കൂടെ കിടത്തരുത്. ആ കൈയും കാലൊക്കെ അതിന്റെ പുറത്തോട്ട് എടുത്തിട്ട് ശ്വാസം മുട്ടിക്കും. അവളും തിരിച്ചു നല്ലത് കൊടുത്തോളൂ. ശരി, പോലെ പോലെ ഇത് അടച്ചിട്ട് പോ. അമ്മേ അവിടെ നിന്ന് കളിക്കും. ഇവിടെ അല്ലേ? ഞാൻ ആലോചിക്കുക, നാളെ എന്തായാലും ആ ബാങ്കിന്റെ മുമ്പ് പോയി നാളെ സമരം ചെയ്ത് ഞങ്ങൾ ആ കാര്യം നേടിയെടുക്കും. ഇന്ന് ഇവിടെ കിടക്ക്. എടി നീയേ ഒന്ന് ഇവിടെ ഒന്ന് തിരുമിക്കേടി. ഇവിടെ ഈ തോളിന്റെ ഈ ഭാഗത്തെ എന്തുവാ ക്ലീറ്റോ ശരീരം നോക്കാതെ ഓരോന്ന് ചെയ്യണോണ്ടല്ലേ ഇങ്ങനെ കൈക്കൊക്കെ വേദന? മുദ്രാവാക്യം വിളിച്ചതേ. മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ എടുത്ത് വിളിക്കണ്ടേ, നമ്മളെ ആവേശം. അപ്പോഴിതൊന്നും ഓർക്കില്ലടി. ആ ചെറിയ ആൾക്കാരെയൊക്കെ കൊണ്ടങ്ങ് വിളിപ്പിച്ചാൽ മതി. ക്ലീറ്റോ എന്തിനിപ്പോ അതിനൊക്കെ മെനക്കിടുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ. നമ്മളീ പറഞ്ഞില്ലേ, നമ്മളെ മനസ്സും ശരീരവും 100% അതിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ എന്തിനും ഇറങ്ങണത്. അതെനിക്കറിയാം. ക്ലീറ്റോ, ഈ ക്ലീറ്റോന് ഭയങ്കര സന്തോഷമാണ് അല്ലേ ഇങ്ങനെ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ പാവങ്ങളെയൊക്കെ സഹായിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇവിടെ ഉണ്ടാവുന്ന ഓരോ തിക്ത അനുഭവങ്ങളും മറക്കണത് പാർട്ടി ഓഫീസിൽ പോയി ഇരിക്കുമ്പോഴും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആവണം. ശരിക്കും പറഞ്ഞാലില്ലേ, ഞാനൊക്കെ പുറത്തോട്ട് ഈ റേഷൻ കടയിലൊക്കെ പോകുമ്പോഴേ എന്തൊരു ബഹുമാനാന്നറിയോ ആൾക്കാർക്ക് എന്നോട്. ആ ക്ലീറ്റോ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവരൊക്കെ എന്നെ എന്ത് ചേച്ചിന്നൊക്കെ വിളിച്ചങ്ങ് എത്തിക്കൂല. അതേപോലെ എന്നെ ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയിൽ എന്നെ പോലെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ എവിടെ എത്തിയനെ. ക്ലീറ്റോ ജോലിക്കൊന്നും പോകണ്ട ക്ലീറ്റോ, ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇതാണ് എനിക്കും ഇഷ്ടം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ. ഇന്നേ നമ്മുടെ ജമന്തിയില്ലേ? ഏത് ജമന്തി? ഓ, എത്ര ജമന്തിന്നറിയാം? നമ്മുടെ ജമന്തി, കനകന്റെ പെണ്ണ്. ജമന്തിയുടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്, അകന്ന ബന്ധത്തിലെ സ്മിത ചേച്ചി. അവർക്ക് കുറെ കുഞ്ഞമ്മമാരും ഉണ്ട്, കുഞ്ഞമ്മമാർക്ക് നിറയെ മക്കളും ഉണ്ട്. കുഞ്ഞമ്മല്ല, കുഞ്ഞമ്മ എല്ലാവരുടെ വകയിലൊരു ചേച്ചിയാന്നാ പറഞ്ഞു. എനിക്ക് ഒന്നുമല്ല, അവര് നല്ല കഴിവൊക്കെയുള്ള കുടുംബത്തിലെ ആകട്ടോ. പക്ഷെ ഇപ്പൊ ഒരു ലേശം തളർച്ച പറ്റിയിരിക്കുക ചേച്ചിക്കൊക്കെ. അവർക്ക് തളർച്ചയാ? അല്ല, അവർക്ക് തളർച്ചാന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന് സാമ്പത്തികമായി. ആ ചേട്ടൻ എന്തോ ബിസിനസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇച്ചിരി ആ ചേട്ടന് പെട്ടെന്ന് അങ്ങോട്ട് പ്രഷർ കയറി ഒരു വശം അങ്ങ് തളർന്നു പോയി. ക്ലീറ്റോ വന്ന പെണ്ണും പിള്ളയില്ലേ ജമന്തിയുടെ മറ്റേ വന്ന അവരെ വരുന്നത് സ്മിത. അവളാള് കുഴപ്പക്കാരിയായിരിക്കും, അയാൾക്ക് പ്രഷർ കൂടിയെങ്കിൽ. ഓ, അതിനൊന്ന് കാണണം. മാതാവ് ഇരിക്കണ പോലെ ഇരിക്കണ. പിന്നെ എവിടെയെങ്കിലും കയറ്റി ഇരുന്ന് പ്രതിഷ്ഠിക്കാമല്ലോ മാതാവ്. പോകില്ല. അവർക്ക് അവള് വന്ന എന്തിനാന്നറിയാവോ? മറ്റേ
അവർക്കേ പെട്ടെന്ന് ആശുപത്രിയിൽ കുറച്ച് പൈസ അടയ്ക്കണമെന്നേ പാവം. പൈസ അവിടെ കനകൻ്റെ കനകൻ ഇല്ലല്ലോ, അതാ ഞാൻ ഓർത്തത്. കനകൻ അവിടെ ഇല്ലല്ലോ. 10,000 രൂപ വേണം. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ക്ലീറ്റോ തരും എന്ന് പറഞ്ഞു. ഞാനോ? അല്ല, ഞാൻ പറഞ്ഞു പോയി ക്ലീറ്റോന്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ പത്രത്തിലൊക്കെ വിളിച്ച് അറിയിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കണം, പറ്റുമെങ്കിൽ ചാനലിലും കൂടെ കൊടുക്ക്. അല്ല, നമുക്കത് പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ. നീയാണോ തീരുമാനിക്കണത് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായില്ല എന്നുള്ളത്? നീ എന്തോന്ന് ഉദ്ദേശിച്ചത് തങ്കം പറയണത്? ക്ലീറ്റോ സുഖമില്ലാത്ത ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാ ക്ലീറ്റോ. സുഖമില്ലാത്ത ആളുകളെ സഹായിക്കാൻ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. ഞാൻ കുറെ ഇതെന്താന്ന് വെച്ചാ പൈസ അങ്ങനെ കൊടുക്കണ്ട, തരും. കനകൻ മറ്റന്നാൾ വരൂലേ, നേരം തരും ക്ലീറ്റോന് ആ പൈസ. അപ്പൊ അവരോട് ഇവിടെ നിന്നിട്ട് കനകം മറ്റന്നാൾ വന്നതിന് ശേഷം പൈസയും വാങ്ങിച്ച് അവർ ആശുപത്രി കാര്യം നടത്തിയിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അപ്പോഴത്തേനും അവർക്ക് അവിടെ പൈസ അടയ്ക്കണം. ഇത് ആശുപത്രി പോണതിന് മുമ്പ് അവർക്ക് അറിഞ്ഞൂടെ പൈസ അടയ്ക്കണമെന്നുള്ളത്? തമാശ പറഞ്ഞാൽ എനിക്ക് തമാശ എന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. നീ ചുമ്മാ ഇരുന്ന നിനക്ക് വേറെ ഒരു പണിയില്ല. മനുഷ്യന്റെ രാത്രി ഇച്ചിരി സമാധാനമായിട്ട് ഉറങ്ങാൻ കിടക്കുക. ഇതൊക്കെയാണ് ഈ വീട്ടിൽ വന്ന് കയറിയുള്ള കുഴപ്പം. ക്ലീറ്റോ കൊടുക്കുന്നു എനിക്കറിയാലോ. എന്തിന് ഞാൻ കൊടുക്കുന്നു? അതിന് വേറെ ആവശ്യത്തിലുള്ള പൈസ, പാർട്ടി ആവശ്യത്തിനുള്ള പൈസയാണത്. അതൊന്നും എടുക്കാനൊന്നും പറ്റില്ല. ക്ലീറ്റോ ഇങ്ങനെ മുഖമടച്ച് പറയല്ലേ ക്ലീറ്റോ. ക്ലീറ്റോ എന്തോരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് എരുന്നിട്ട് ക്ലീറ്റോ ഓരോ സമയത്തും എത്ര ആൾക്കാരുടെ സഹായം ക്ലീറ്റോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? അപ്പൊ ഒരാള് സഹായിക്കാൻ വരും, സഹായം ചോദിച്ചു വരുമ്പോ അത് സഹായിക്കണ്ടേ? അപ്പൊ ഞാനിങ്ങനെ തെണ്ടി നടക്കണേ നിനക്ക് ഒരു എളുപ്പമില്ല അല്ലേ? നിങ്ങളിപ്പോ സഹായിച്ചാലും ഇല്ലെങ്കിലും തെണ്ടുവല്ലോ. ഓ കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. ഒരു കാര്യം ഞാൻ പറയാം, ആ പൈസ കണ്ടുകൊണ്ട് അവരെ ഇവിടെ നിൽക്കണ്ടെന്ന് പറ, അടുത്ത വണ്ടി കയറാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ വാക്ക് പറഞ്ഞു അവർക്ക് പൈസ കൊടുക്കണം. നീ വാക്ക് പറഞ്ഞെങ്കിൽ നീ കൊടുക്കണം. നീ ഇവിടെ നിങ്ങൾ ആരാ എന്റെ? എടീ, ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ പൈസയാണ്. പാർട്ടി നമ്മളെ ഇതുമായിട്ട് വ്യത്യാസം. പാർട്ടിക്ക് ഭാര്യ ഭർത്താവ് അതൊന്നും അവരുടെ വിഷയത്തിൽ പറഞ്ഞതല്ല, അത് കണക്കുള്ള പൈസ. എനിക്കതൊന്നും അറിയണ്ട. സുഖമില്ലാത്ത ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാളെ ഞാൻ വീഴോ നിങ്ങൾ വീഴോ എന്നൊന്നും അറിയാൻ പാടില്ല. അന്നേരം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമുക്ക് വീഴുമ്പോ അപ്പോഴത്തെ ആലോചിക്കുക. ഇപ്പൊ എന്തിനാണ് നമ്മൾ എപ്പോഴോ പെയ്യണ മഴയെ കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ കുട പിടിക്കണ്ടല്ലോ. ഞാൻ പറയണത് ക്ലീറ്റോന് മനസ്സിലാവാൻ എനിക്ക് എല്ലാം മനസ്സിലാവണം. ഇല്ല, ഞാൻ പറഞ്ഞുതരാം എന്താ സംഗതി എന്ന് വെച്ചാൽ അവർക്കിപ്പോ ഇങ്ങനെ ആശുപത്രിയിൽ പെട്ടെന്ന് ഒരു 10,000 രൂപ അടയ്ക്കണം. അവർക്ക് ഇപ്പൊ പൈസ വേണം. അത് തന്നെയാണല്ലോ നീ ഇനിയും പറഞ്ഞു പറഞ്ഞത്. ആണല്ലോ, അത് എന്റെ ഇല്ല, അത് നടക്കില്ല, അത് പ്രതീക്ഷിക്കണ്ട. ഉണ്ടല്ലോ ക്ലീറ്റോ, എന്റെ ഉണ്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും തങ്കം. 2 ദിവസത്തെ കാര്യമല്ലേ. 2 ദിവസത്തേക്ക് നീ ആ പൈസ എടുക്കാൻ പറ്റില്ല. അത് നാളേക്ക് ആവശ്യമുള്ള പൈസയാണ്. നിങ്ങളോട് ഞാൻ നല്ലത് പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് പറ്റൂലേ? എന്റെ കർത്താവ്, ഇത് എന്തൊരു കഷ്ടമാണിത്. മനുഷ്യന് ഇച്ചിരി ഉറങ്ങാൻ സംഭവിക്കില്ലെന്ന് പറഞ്ഞ അവള് കനകനെ വിളിച്ച് ചോദിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറയാൻ. എന്റെ പൈസ ഞാൻ അനുഭവിച്ചോളാം. ഓ പിന്നെ എനിക്ക് കിടക്കണം. പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ആരെ സഹായിക്കണ്ട, കെട്ടിപ്പൂട്ടി വെച്ചോ. ആയിക്കോട്ടെ, അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. ഇനി എന്ത് ദോഷം വരാൻ നിങ്ങൾക്ക്? നിങ്ങൾ വെറുതെ അല്ലേ ഗതി പിടിക്കാൻ? കന്നടി, എന്റെ ദോഷം 15 കൊല്ലം മുമ്പേ വന്നില്ലേ, നിന്നെ കെട്ടിയെടുത്തില്ലേ? എന്റെ ദോഷം എന്റെ കഷ്ടകാലത്തിന് ദോഷം തുടങ്ങി. അടച്ചടാ, ആൾക്ക് അറിഞ്ഞോടാ? ടോയ്ലറ്റ് തുറന്നു കിട്ടുന്ന അത് അടച്ചിടാ അറിഞ്ഞൂടാ അല്ലേ? എന്തോന്ന് പേസ്റ്റ് അടി മേടിച്ചോണ്ട് വന്നേക്കണേ? പതിവായിട്ട് വാങ്ങിക്കണമെന്ന് മേടിച്ചാൽ പോരാ. അവള് 1000 രൂപ എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വന്നേക്കാ. ആയുർവേദം പതയണമില്ല, ഒരേണമില്ല. ഇത് എന്ത് സാധനം ഇത്? ദൈവം തമ്പുരാനെ, കാല് വിണ്ടുകീറാതിരിക്കാനുള്ള മരുന്ന് കിട്ട് പല്ല് തേച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പേസ്റ്റ് വെക്കണടുത്ത് കൊണ്ടുവന്ന് കാല് വിണ്ട് കീറണ മരുന്ന് വെച്ചിട്ട് എന്ന് ന്യായം പറ. ക്ലീറ്റോ ചേട്ടാ, ഒന്നിങ്ങ. ഞാൻ നാത്തൂനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. പൈസയുടെ പൈസ എന്ത് പറഞ്ഞില്ലേ? സ്മിത ചേച്ചി എന്ത് വന്നു? അല്ല ജമന്തി, അത് ഞാൻ വേറെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വെച്ചേക്കണം പൈസയാണ്. അതെടുത്തൊന്നും കളിക്കാനൊന്നും പറ്റില്ല. അയ്യോ ക്ലീറ്റോ ചേട്ടാ, ഇതൊരു ആശുപത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എന്റെ ആവശ്യത്തിന് ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് തന്നാ പിന്നെ ഞാൻ നാളെ ആൾക്കാരെ മുമ്പ് നിന്നിട്ട് ഇറക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. ഇത് വേറെ ആവശ്യമുണ്ട്. ഏട്ടൻ മരുന്ന് ഉടനെ തന്നേക്കാം. അല്ല, നിന്റെ ഏട്ടന് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറി വേറെ ഇടത്തേക്ക് പോകണം എന്നുള്ള ബോധമുണ്ടോ? പോകുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് പൈസ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോകണം. ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യണത്.
പിന്നെ ഇത്രയും പൈസയുടെ ഒക്കെ ആവശ്യം ഇവിടെ എന്ത് വരാനാ? അപ്പോൾ അത്രയും പൈസയുടെ ആവശ്യം ഇവിടെ അല്ലല്ലോ. ഇപ്പോൾ വേറെ ആളിനല്ലേ അതില്ലാന്ന് പറഞ്ഞാൽ കൈമലത്തിയാൽ മതി, അത്രേ ഉള്ളൂ. അവർ വേറെ എവിടെയെങ്കിലും ചേട്ടാ ഞാനിപ്പോ എന്ത് പറയും ചേച്ചിയോട്? എന്ത് പറയാൻ, പൈസ ഇല്ല എന്ന് പറയണം, പിന്നെ അല്ലാതെ. ക്ലീറ്റോ ചേട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാ എനിക്ക് തരാത്തത്. അതെനിക്ക് വേറെ ആവശ്യമുണ്ട്. വേണ്ട, ഇനി എനിക്ക് പൈസ വേണ്ട. പക്ഷെ നാളെ ക്ലീറ്റോ ചേട്ടന് ഒരു ആവശ്യം വരുമോന്നൊന്ന് ആലോചിക്കണം കേട്ടോ. നാളത്തെ കാര്യം നാളെ അല്ലേ, അപ്പം ഞാൻ ആലോചിച്ചോളാം. അയ്യോ, നിനക്കിട്ടൊരു കുത്തു നിന്നുണ്ടല്ലോ. മനുഷ്യൻ 10 പൈസ കൈ ഇരുന്ന ഉടനെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തോളാം ഇവിടെ പൈസ ഇരിക്കണമെന്ന്. പിന്നെ അവൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാമല്ലേ ഞാൻ പൈസ ഇവിടെ ഉണ്ടാക്കിയിട്ട് വെച്ചേക്കണം. വേറെ പേസ്റ്റ് ഉണ്ടോ ഇവിടെ? പോയി നോക്ക്. പോയി നോക്ക്. ഇവിടെ പേസ്റ്റ് ഇങ്ങോട്ട് ദൂരെ കളയാൻ ആക്കും പുള്ളി. ഒന്നും വിചാരിക്കരുത് കേട്ടോ ചേച്ചി. ഏട്ടൻ ഇവിടെ ഇല്ലാതായി പോയത് കൊണ്ടാ. കാർഡും ഏട്ടൻ്റെ കയ്യിലായിപ്പോയി. സാരമില്ലടാ, ഞാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളാം. ചേച്ചി എവിടുന്നെങ്കിലും ഒപ്പിച്ചോ, എന്നിട്ട് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ട് തരാം കേട്ടോ. വിഷമിക്കല്ലേ. പോവാണോ? ആ പോവാ. പൈസ നിങ്ങളോട് ആരാ ചോദിച്ചത്? എങ്ങനെയാ പോണേ? മേലോട്ട് കയറിയിട്ട് ഏതെങ്കിലും ബസ്സിന് പോകണം. പൈസ ഒക്കെ ശരിയാവൂട്ടാ, ഞങ്ങള് വരാം. ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരാം കേട്ടോ. ശരി. നാളെയാണോ ചെക്കപ്പ്? നാളെയാണ്. ആണോ? കർത്താവേ, സുരേന്ദ്രൻ മുതലാളി അയാൾ കണ്ട പൈസ പോക്ക. അതിലും ഭേദം ചമന്തിക്ക് കൊടുക്കാം. കടമല്ലേ, 2 ദിവസം കഴിഞ്ഞ് കിട്ടുമല്ലോ. പോയിട്ട് വാ കേട്ടോ. ശരി. ജമന്തി എന്നാ പൈസ വയ്ക്കുക. കാശ് വേണ്ട ക്ലീറ്റോ ചേട്ടാ. എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിക്കാരെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സങ്ങോട്ട് ആകെ ഒരു വിഷമം. എന്നാ വേണ്ട, ഞാൻ ഏട്ടൻ വന്നിട്ട് അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം. കനക ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കാതിരിക്കും. അത് വിഷമം എനിക്ക് ശരിയാവില്ല. എന്നാ പിടി പൈസ, കൊച്ചിനല്ലേ ആവശ്യം. ആശുപത്രി കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ കേട്ടോ. ശരി. നമസ്കാരം മലയാളി. നമസ്കാരം നമസ്കാരം. മലയാളി എന്താ ഈ വഴിക്ക്? ഈ വഴിക്കൊക്കെ ഒന്ന് വന്നു. ക്ലീറ്റോ ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ട്. അതിങ്ങടക്കെ അല്ല മലയാളി, എന്താ പറയുമോ, ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ എത്തിച്ചു തരാം. എനിക്കറിയാം കുറച്ച് പൈസയല്ലേ ഉള്ളത്. ഞാൻ എത്തിച്ചു തരാം പൈസ. ബാക്കി പണോ? ആ പായസം എങ്ങടെ? പൈസ എടുക്കാം. അമ്പലപ്പുഴ പായസം വേണമെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു ക്ലീറ്റോ? ഓ, അങ്ങോട്ട് അതുകൊണ്ട് വന്നതാ. പിന്നെ അതും കൊണ്ട് വന്നതല്ലേ. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണ്ടേ? സന്തോഷമായല്ലോ. പിന്നെ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നേ? കാണണം കേട്ടോ. വരട്ടെ. വരട്ടെ. കുടിച്ചു. അതെ, പിന്നെ പൈസ മറ്റന്നാ തന്നെ മേടിച്ചു തരണം കേട്ടോ. ക്ലീറ്റോ ചേട്ടാ സ്നേഹം കൊണ്ടായിട്ടൊന്നും പൈസ കൊണ്ട് തന്നല്ലോ. മുതലാളി വന്നോണ്ടല്ലേ പൈസ തന്നത്. എന്നാരും പറഞ്ഞു മറ്റന്നാ തന്നെ എനിക്ക് പൈസ കിട്ടണം. ഒരുപാട് ആവശ്യമുള്ളതാണ് മതി. നമുക്ക് ഏട്ടൻ വന്നിട്ട് ആലോചിക്കാം. ആലോചിക്കാനാ? എന്തിന്? ക്ലീറ്റോ ചേട്ടൻ ഏട്ടന് കുറെ പൈസ കൊടുക്കാനില്ലേ? അതുകൊണ്ട് അതിൽ നിന്ന് അങ്ങ് കുറച്ചേര്. അതങ്ങ് ഒറ്റ വരിക്ക് കുടിച്ചിട്ട് ആ പാത്രം അങ്ങ് കൊണ്ടുകൊള്ളു. Alien versus Alien.